ഹലോ ഫ്രണ്ട്സ്, മാജിക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഓണത്തിന് വേണ്ടിയിട്ട് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നതാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് പായസം വെച്ചിട്ടുണ്ട്. പായസം ഇതിലൊരു കപ്പ് അരി എടുത്തിട്ടുണ്ട്, 2 പാക്കറ്റ് പാല്, പിന്നെ ഒരു അഞ്ച് പാത്രം, ഇതിൽ 5 പാത്രത്തിൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. കാരമല് ചെയ്തിട്ട് നന്നായിട്ട് പാല് നന്നായി ചൂടാക്കി അരിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് ഒരു മുക്കാൽ മണിക്കൂർ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാറിന് പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ള വറവ് ശരിയാക്കാം. വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുളക്, കായം, കടലപ്പരിപ്പ്, തുവരപ്പരിപ്പ്, മല്ലി, കുറച്ച് ഉലുവ, കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്. അതിനെ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കാം. കായം ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മുറുകിയ ശേഷം നമുക്ക് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്ത് കൊടുക്കാം. കരിയുന്ന പോലെ വറുക്കരുത്, പെട്ടെന്നാവും. വറുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പയറുപ്പേരി, ഞാൻ കുറച്ച് പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായ ശേഷം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി മൂത്ത ശേഷം പകുതി വറമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വന്ന ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പേരിക്ക് ആവശ്യമുള്ള മുളക് പൊടി ഞാൻ കാ സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് വറന്ന ശേഷം പയർ ഉപ്പിട്ട് വേവിച്ചതാണ് പയറിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് പൊരിച്ചെടുക്കാം. പായസം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ചിട്ട് നമുക്ക് സാമ്പാർ വയ്ക്കാം. കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പരിപ്പ് വേകാൻ വെച്ചു. അതിൻ്റെ കൂടെ കത്തിരിക്ക, ഒരു മുരിങ്ങക്കായ, ഇളവൻ, മത്തൻ, അവരക്ക ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കഴുകിയിട്ട് കൊടുക്കാം. ഇതൊന്ന് വേകുമ്പോഴേക്കും നമുക്ക് മസാല അരയ്ക്കാം. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, സാമ്പാറിനുള്ള തേങ്ങ. അപ്പം അതും ചേർത്തിട്ട് നമുക്ക് അരച്ചു കൊടുക്കാം. പയറുപ്പേരി ആയിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇത് കോരി വയ്ക്കാം. നമുക്ക് പെരി മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ ചീഞ്ചട്ടിയിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടാക്കാം. ഞാൻ 2 ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ പകുതി സവോള ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ, ഒരു 2 സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇത് ചൂടായിട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. സാമ്പാറിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പോരെങ്കിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വെന്ത ശേഷം മസാല ഇട്ട് കൊടുക്കുക. തക്കാളി, പുളിയൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടട്ടെ. പൊട്ടിയ ശേഷം ഒരു വെളുത്തുള്ളി, കടുക് നന്നായിട്ട് പൊട്ടുന്നു.
ഒരു വെളുത്തുള്ളി, ഒരു വറമുളക്, തീയൊന്ന് കുറച്ച് വയ്ക്കുക. ഒരു സ്പൂണ് മല്ലിപ്പൊടി, വെജിറ്റബിൾ മസാലപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ. ഗരം മസാല, കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവിന് ഉരുളക്കിഴങ്ങ് അത്ര ഉണ്ട് വെച്ചാൽ അതിന് പാകത്തിനുള്ള എരിവിട്ട് കൊടുത്താൽ മതി. ഞാൻ 2 ഉരുളക്കിഴങ്ങാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത്. ഇത് നന്നായിട്ട് വറുത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കും, ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. നല്ല ഉടയാണ്ട് വേവിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഉടയാണ്ട് വേവിച്ചിട്ടുണ്ട്. ഇതൊന്ന് വറ്റിയ ശേഷം കരിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സാമ്പാറിലേക്ക് 2 തക്കാളി, കുറച്ച് പുളി അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഇതിന് കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇതൊന്ന് ഉരുളക്കിഴങ്ങൊന്ന് ഇളക്കി കൊടുക്കാം. തീ കുറച്ചിട്ട് വെച്ചിരിക്കുന്നത് ഈ മസാലയൊക്കെ ഒന്ന് അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെച്ചത്. ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് മസാലയൊക്കെ അരച്ചിട്ട് ഉരുളക്കിഴങ്ങ് റെഡിയായി. ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് അവിയൽ വയ്ക്കാം. ഉണ്ടാക്കാം. റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ചിട്ട് ചീഞ്ചട്ടി വെക്കുന്നുണ്ട്. ചീഞ്ചട്ടി വെച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുക്കാം. തുടച്ച് കൊടുത്ത ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അവിയൽ വെക്കാനാണ്. പരിപ്പും സാമ്പാറിൻ്റെ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ മസാല ഞാൻ അരച്ചിട്ടുണ്ട്. അതൊന്ന് ഒഴിച്ച് കൊടുക്കാം. നല്ലോണം അരക്കേണ്ട, കുറച്ച് നല്ല നെയ്യ് പോലെ അരക്കേണ്ട. ഇതൊന്ന് തിളച്ചിട്ട് നോക്കാം. അവിയലിനുള്ളതൊക്കെ വേഗം വയ്ക്കാം. ആദ്യം ചേന ഇട്ട് കൊടുക്കാം. ചേന കുറച്ച് നേരം വേകും. അപ്പോൾ കുറച്ച് ചേന ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കണ്ട. ചേന ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് അടച്ച് വയ്ക്കാം നമുക്ക്. ഇത് സാമ്പാർ നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇത് എരിവ് ഉപ്പൊക്കെ പാകുണ്ടോന്ന് നോക്കാം. നന്നായി തിളയ്ക്കട്ടെ. സാമ്പാർ തിളയ്ക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില, കുറച്ച് മല്ലിയില, ഇട്ട് കൊടുക്കാം. കുറച്ച് പെരുങ്കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് മാറ്റി വെച്ച ശേഷം കുറച്ച് പഴം വേകാൻ വയ്ക്കാം. പഴം നുറുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് വേകാൻ വയ്ക്കാം. ചേന ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതോ തീ കൊടുത്തിട്ടുണ്ട്. അത് കുഴപ്പമില്ല. മറ്റുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിൽ അവരക്ക, മുരിങ്ങക്കായ, ക്യാരറ്റ്, ഇളവൻ, മത്തൻ, കത്തിരിക്ക, കൊത്തവരക്ക എല്ലാം ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഇതിലിട്ട് കൊടുക്കാം. തീയൊന്ന് കുറച്ച് വയ്ക്കാം. കുറച്ച് വാഴയ്ക്ക് ഇട്ട് കൊടുക്കാം. ഒരു വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. നന്നായി കഴുകിയിട്ട് ഇട്ട് വെച്ചതാണ്.
അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് വെന്ത ശേഷം നമുക്ക് ഉപ്പിടാം. വെള്ളമൊന്നും ഒഴിക്കണ്ട, വെള്ളത്തിൽ തന്നെ വെള്ളം വരും. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ലേശം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. വെള്ള അവിയലുണ്ടാക്കാം. കളറിന് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം. നന്നായിട്ടൊന്ന് വേകട്ടെ. അപ്പോഴേക്ക് തേങ്ങ നമുക്ക് അരയ്ക്കാം. അവിയലിനുള്ളത് ഒരു 4 പച്ചമുളകും കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പച്ചടിക്കുള്ളതാണ്. അപ്പോൾ ഒന്ന് അരച്ചിട്ട് വരാം. അവിയൽ തുറന്നു ഇളക്കി കൊടുക്കാം. ഭക്ഷണമൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇത് തേങ്ങ ഒന്ന് കൊടുക്കാം. പഴം വേകാനായി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. തേങ്ങ അരച്ചതും എൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് അടച്ച് വെക്കാൻ വയ്ക്കാം. അവിയൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ പഴം മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഈ കുക്കറിൽ കുറച്ച് മത്തൻ പച്ചടി വെക്കാൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത മത്തൻ മുറുക്കി വെച്ചിട്ടുണ്ട്. ഈ അവിയലിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നത് നല്ല ഒരു മധുരമാകുമ്പോൾ നല്ലൊരു ഇതുണ്ടാവും, മണമുണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുക. മത്തം വെച്ചിട്ടുണ്ട്. ഇതിൽ കരിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് പുളിപ്പില്ലാത്ത തൈരായിരിക്കണം ഒഴിക്കാൻ. ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം നമുക്കൊന്ന് അടച്ച് വെക്കണം. ഈ വെല്ലം മധുരം ഒക്കെ ആകുമ്പോൾ നല്ലൊരു ഇതുണ്ടാവും, മണവും ഉണ്ടാവും. ഇതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു നമുക്കിത് മാറ്റി വയ്ക്കാം. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അവിയൽ റെഡിയായി. നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് വാഴയില അങ്ങനെ വെച്ചിട്ട് അടച്ച് വയ്ക്കും. അടച്ച് വയ്ക്കാം. നമുക്ക് അടച്ച് വെച്ചിട്ട് നമുക്ക് ഇതിൽ ബീട്രൂട്ട് വെക്കണം. മത്തൻ്റെ കൂടെ ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വയ്ക്കാം. ഞാനിവിടെ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടിയിൽ നമുക്ക് ബീട്രൂട്ട് ഒന്ന് വറുത്തെടുക്കാം. ബീട്രൂട്ട് തൈരിനുള്ളത് ഞാൻ ഒരു പിടി കുറച്ച് ബീട്രൂട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പം അതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വെള്ളം തളിക്കാം. ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ തൈര് പച്ചടിക്ക് ഇതിന് വേണ്ടിയിട്ട് ബീട്രൂട്ടിന് വേണ്ടിയിട്ട് കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ബീട്രൂട്ടിനും തൈരിനും വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് വറക്കാം. ഒന്ന് ആവിയായിട്ട് ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ്. ഇത് വെന്തിട്ടുണ്ട്. ഇതും ആയിട്ടുണ്ട്. ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം ഇതിലേക്ക് അരപ്പിട്ടിട്ടില്ല. ഞാൻ അരച്ചിട്ട് വെക്കാം. ഇത് അപ്പോഴേക്കും ഇതൊന്ന് വേവട്ടെ. ഞാൻ ഇതിൻ്റെ ഓലനുള്ളതാണ് മത്തനും പയറും.
ഇതൊന്ന് അടച്ചു വയ്ക്കാം. കുറച്ച് പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്, വെള്ളപ്പയർ. ബീട്രൂട്ട് ഇത് അവിടെ റെഡിയായി. ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റി തൈര് പച്ചപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം, തൈരിൻ്റെ കൂടെ. എന്നിട്ട് ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ വെള്ളം പോയിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകിടാം. കടുകിട്ടിട്ട് അതൊന്ന് പൊട്ടട്ടെ. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വെളുത്തുള്ളി, കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ബീട്രൂട്ടിന് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയ ശേഷം ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഒരു ബീട്രൂട്ടാണ് ഞാൻ എടുത്തത്. അത് തൈര് പച്ചരിക്ക എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഞാൻ പൊരിക്കാനും എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം തെളിച്ച് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമുക്ക് ഗരം മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. മസാലപ്പൊടിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് കുറച്ചും കൂടെ വെള്ളം തെളിച്ച് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് വേഗം വെക്കാം. എൻ്റെ ഓലൻ തിളയ്ക്കുന്നുണ്ട്. പച്ചടിക്ക് കുറച്ച് തേങ്ങയും ഒരു 2 പച്ചമുളകും കുറച്ച് കടുകും കുറച്ച് ജീരകം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരയ്ക്കാം. ഒന്ന് അടച്ച് വെച്ച് വേണം. ബീട്രൂട്ട് വെള്ളമൊക്കെ വെട്ടായിട്ടുണ്ട്. ഓലൻ നമുക്ക് ഇറക്കി കൊടുക്കാം. ഓലൻ റെഡിയായി. ഒന്നും കൂടെ വേകണം. അപ്പം അതിൻ്റെ കൂടെ കുറച്ച് വെള്ളപ്പയർ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. വെള്ളപ്പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം എനിക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പയറിൽ ഉപ്പിട്ടിട്ടുണ്ട്. മത്തനും പയറിനും വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് റെഡിയായി. നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. പച്ചടിക്ക് ഇത് വന്നിട്ടുണ്ട്. മത്തൻ നന്നായി വന്നിട്ടുണ്ട്. തേങ്ങ അരച്ചിട്ടുണ്ട്. നമുക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കാം. നന്നായി അരക്കണം. ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. ഒരു മധുരത്തിന് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് എല്ലാം ഒന്നിച്ച് താളിച്ചു കൊട്ടാം. ഒന്ന് തിളക്കട്ടെ. ഓലൻ എങ്ങനെയായി നോക്കാം. ഓലൻ മത്തനൊക്കെ വെന്തിട്ടുണ്ട്. ഒന്നും കൂടെ അടച്ച് വയ്ക്കുക. അതിൻ്റെ കൂടെ പച്ചമുളക് ഇടണം. പച്ചമുളക് നേരത്തെ ഇടണം, മറന്നു പോയതാണ്. ഒന്ന് അടച്ച് വയ്ക്കാം. തീയൊന്ന് കുറയ്ക്കാം.
ഇതേ കുക്കറിൽ തന്നെ ഞാൻ മത്തൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതേ കുക്കറിൽ തന്നെ കൂട്ടുകറി വെക്കാം. കുറച്ച് കടലപ്പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് ചേന കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വെള്ളം അത്ര ആവശ്യമില്ലെങ്കിൽ നമുക്ക് മാറ്റാം. കുറച്ച് അളവെണ്ണ. ചട്ടിയിലാണ് വേവിക്കാൻ. നമുക്ക് വേഗം ആകാൻ വേണ്ടിയിട്ട് ഞാൻ കുക്കറിൽ വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ വെള്ളം ഇത്ര ആവശ്യമില്ലെങ്കിൽ നമുക്ക് കുറച്ച് മാറ്റി വയ്ക്കാം. ചിലപ്പോൾ അളവനിൽ വെള്ളമാകും. ഇതിൻ്റെ കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്. എന്നിട്ട് ഒരു ഒറ്റ വിസിൽ വയ്ക്കാം. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു വിസിൽ വയ്ക്കാം. കുക്കർ അടച്ച് വെക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും കുരുമുളകുമായിട്ട് അരച്ചു കൊടുക്കാം. ഇതാ കറിക്ക് ആവശ്യമുള്ള തേങ്ങയും കുറച്ച് ജീരകവും കുരുമുളകുമായിട്ട് ഒന്ന് അരയ്ക്കാം. ഓലം നോക്കാം. ഓലെന്താ എല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുക. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എൻ്റെ ഓല റെഡിയായി. ഇളക്കി കൊടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. ഇത് മാറ്റി വെച്ചിട്ട് മുട്ടക്കോസ് പൊരിയലുണ്ടാക്കാം. മുട്ടക്കോസ് പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ 2 സ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കറിക്കുള്ളത് വെന്ത് റെഡി ആയിട്ടുണ്ട്. കടുക് പൊട്ടിയ ശേഷം പച്ചമുളക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട് കറി. ഗ്യാസ് ഒന്ന് ഓഫാക്കാം. ഇതൊന്ന് അരച്ചിട്ട് വരട്ടെ. വിസിലൊന്ന് പോട്ടെ. അപ്പോൾ ഇത് പൊട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു വറമുളക് പൊട്ടിച്ച് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, വെളുത്തുള്ളി നന്നായി ഇളക്കി കൊടുക്കാം. അതൊന്ന് വറന്ന ശേഷം മുട്ടക്കോസ് ഇട്ട് കൊടുക്കാം. മുട്ടക്കോസും ക്യാരറ്റും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഇതോടെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ചെറുപയർ പരിപ്പ് അത് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേകാൻ വയ്ക്കാം. അടച്ച് വയ്ക്കാം.
കൂട്ടുകറി ഇതാ പറഞ്ഞു. ഞാൻ വടക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് അരയ്ക്കായിരുന്നു. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇതിന് ഞാൻ കറിയുടെ കൂടെ കൊട്ടി വടക്ക് കുറച്ച് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. വടക്കുള്ളത് അരച്ചിട്ട് വന്നു. ഇതിൻ്റെ കൂടെ 4 വറമുളക് ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കുറച്ച് കരിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. കരിവേപ്പില നന്നായി പൊട്ടിച്ചിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് ഉള്ളി പൊടിയായി കട്ട് ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. വടക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. 1 സ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടാവട്ടെ. കുറച്ച് കളറിന് വേണ്ടിയിട്ട് 1 നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ പരിപ്പൊക്കെ അതങ്ങനെ ബോളാക്കി വെച്ചിട്ടുണ്ട്, പരിപ്പ് പൗഡർ. അപ്പോൾ ഇതൊന്നങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നല്ലോണം അരയ്ക്കണ്ട, കുറച്ച് ചെറുക്കടന്ന് അരച്ചാൽ. തീയൊന്ന് കുറച്ച് വയ്ക്കാം. നല്ലോണം ചൂടായ പരിപ്പ് കൂടെ നന്നായി കരിഞ്ഞു പോകും. ഒന്ന് ചൂടായിട്ടുണ്ട്, ആ കാരണം ഒന്ന് കരിഞ്ഞു പോയി. ഒന്ന് നന്നായി കുറച്ച് വയ്ക്കാം. മാറ്റിയിട്ട് വേറെ ഇട്ട് കൊടുക്കാം. താളിക്കാം. സാമ്പാറൊന്നും താളിച്ചിട്ടില്ല, നമുക്കതൊന്ന് താളിച്ച് കൊടുക്കാം. ഞാൻ എണ്ണ നന്നായി ചൂടായ കാരണം 2 കരിഞ്ഞതാണ്. അത് മാറ്റി വയ്ക്കാം. നന്നായി കുറച്ച് വെച്ചിട്ടുണ്ട്. താളിക്കാൻ ഞാൻ ഇത് വെച്ചിട്ടുണ്ട്, കരണ്ട് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിക്കാം. സാമ്പാറും പച്ചടിയും താളിച്ചിട്ടില്ല. ഒന്ന് ചൂടായ ശേഷം കടുകിട്ട് കൊടുക്കാം. പരിപ്പുവട ഫസ്റ്റ് എണ്ണ നന്നായി ചൂടായ കാരണമാണ് അത് കരിഞ്ഞു പോയത്. ഞാൻ നന്നായി കുറച്ചിട്ടുണ്ട്. പരിപ്പുവട കണ്ടോ, നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ചൂടായി. താളിക്കാൻ വേണ്ടിയിട്ട് കടുകിട്ട് കൊടുക്കാം. സാമ്പാറിനും പച്ചടിക്കും ഗ്യാസ് ഓഫാക്കാം, അത് വേഗം ചൂടാവും. വറമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പച്ചടിക്കും സാമ്പാറിനും താളിക്കാം. ഇപ്പം നമ്മുടെ താളിപ്പ് റെഡിയായി. ഇനി വട എടുക്കാം. വടയൊക്കെ നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് പപ്പടം കാച്ചണം. ഇന്നത്തെ സദ്യ എല്ലാം റെഡിയായി. ഇനി ചോറ് മാത്രം നമുക്ക് വെക്കേണ്ട ആവശ്യമുള്ളൂ. പരിപ്പ് വട 1 ട്രിപ്പും കൂടെ ഇട്ട് കൊടുക്കും. ചെറുതായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം. പരിപ്പ് വട റെഡിയായി. അങ്ങനെ പരിപ്പ് വട റെഡിയായി. ഞാൻ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ കഴുകി കഴിയുമ്പോഴേക്ക് ചോറ് ആകും. പൊന്നി അരി ആയതുകൊണ്ട് വേഗമാകും. ഇതൊന്ന് മാറ്റി വയ്ക്കാം. പരിപ്പ് വട
ഇഞ്ചിപ്പുളി നാരങ്ങയൊക്കെ ഇന്നലെ ഉണ്ടാക്കി വെച്ചു. പപ്പടം കാച്ചാം. ഒന്ന് കുറച്ച് വെക്കാം. പപ്പടമൊക്കെ കാച്ചി കഴിഞ്ഞു. അരി വന്നിട്ട് നമുക്ക് ഇതൊക്കെ എല്ലാം ഒന്ന് കാണിച്ചു തരാം. ഇലയിൽ വിളമ്പിയിട്ട് എല്ലാം കാണിച്ചു തരാം. അപ്പോഴേക്ക് ചോറ് വേഗം എൻ്റെ പാത്രമൊക്കെ കഴുകലും പണിയും കഴിയും.